ശ്ലീഹന്മാരാകുന്ന മെഴുതിരികൾ ഉരുകിത്തീർന്ന വെളിച്ചത്തിലാണ് ലോകം നസ്രായനായ യേശുവിനെ കണ്ടത്. പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെട്ട റോമാ സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമികൾ മുതൽ ഭാരതത്തിന്റെ തീരങ്ങൾ വരെ മിശിഹായുടെ സുവിശേഷത്തിന്റെ വിജയക്കൊടി നാട്ടിയവരാണ്. ശ്ലീഹന്മാർ ലോകത്തിന്റെ മുൻപിൽ മിശിഹായുടെ ജീവനുള്ള കത്തുകളായി മാറിയതുപോലെ നമ്മുടെ ജീവിതവും വരും തലമുറകൾക്ക് വായിച്ചറിയാവുന്ന ജീവനുള്ള ലിഖിതങ്ങളായിട്ട് മാറാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാധനക്രമ വത്സരത്തിൽ കൈത്താക്കാലത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 12 ശ്ലീഹന്മാരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ നുസർദേൽ ഞായർ എന്നാണ് ഇതറിയപ്പെടുന്നത്. മലയാളത്തിലെ മഹാനായ എഴുത്തുകാരൻ ശ്രീ KP അപ്പൻ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് എഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം. ആ ഒരു പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹം ശ്ലീഹന്മാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവിടെ ശ്ലീഹന്മാരെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ശ്ലീഹന്മാരാകുന്ന മെഴുതിരികൾ ഉരുകിത്തീർന്ന വെളിച്ചത്തിലാണ് ലോകം നസ്രായനായ യേശുവിനെ കണ്ടത്. നസ്രായനായ യേശുവിനെ ലോകം കാണാനും കേൾക്കാനും വേണ്ടി സ്വയം ഉരുകിത്തീർന്ന 12 മെഴുതിരികളുടെ ഓർമ്മയാണ് നുസർദേൽ ഞായറിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. കല്ലുകളാൽ തീർത്ത മന്ദിരങ്ങൾക്കപ്പുറം തങ്ങളുടെ രക്തത്താലും ജീവനാലും മിശിഹായുടെ മണവാട്ടിയായ തിരുസഭയെ കെട്ടിപ്പടുത്ത 12 ശ്ലീഹന്മാരെ കൃതജ്ഞതയോടെയാണ് സഭ എല്ലാ കാലവും അനുസ്മരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്ര വഴികളിൽ 12 എന്ന സംഖ്യ കേവലം ഒരു അക്കമല്ല, അത് ദൈവജനത്തിൻ്റെ സമഗ്രതയുടെയും പൂർണ്ണതയുടെയും അടയാളമാണ്. പഴയ നിയമത്തിൽ വാഗ്ദാന നാട്ടിലേക്ക് ദൈവജനത്തെ നയിക്കാൻ യാക്കോബിൻ്റെ 12 മക്കളുടെ തുടർച്ചയായ 12 ഗോത്ര തലവന്മാരുണ്ടായിരുന്നു. മിശിഹായിലൂടെ പ്രവചനങ്ങൾ പൂർത്തിയായപ്പോൾ യഹൂദ ചരിത്രത്തിൻ്റെ ആത്മീയ തുടർച്ചയായി യേശു തിരഞ്ഞെടുത്തത് 12 ശ്ലീഹന്മാരെയാണ്. പഴയ ഇസ്രായേൽ ഗോത്രങ്ങൾ സീനായി മലയടിവാരത്തിൽ 12 കൽത്തൂണുകളായി ദൈവജനത്തിൻ്റെ ഉടമ്പടിക്ക് സാക്ഷ്യം വഹിച്ചുവെങ്കിൽ പുതിയ ഇസ്രായേലായ തിരുസഭയെ മിശിഹ പടുത്തുയർത്തിയത് 12 ശ്ലീഹന്മാരാവുന്ന ജീവനുള്ള ശിലകളിലാണ്. വെളിപാട് പുസ്തകത്തിൽ സ്വർഗീയ ജെറൂസലേമിൻ്റെ അടിത്തറയിൽ 12 ശ്ലീഹന്മാരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത് അതിൻ്റെ സ്വർഗീയ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നുമുണ്ട്. 12 ശ്ലീഹന്മാരുടെയും സുവിശേഷ യാത്രയെയും ധീരമായ രക്തസാക്ഷിത്വത്തെയും കുറിച്ച് അവരെ ഓർമ്മിക്കുന്ന ഈ ഒരു ഞായറാഴ്ച നാം ചിന്തിക്കുന്നത് വളരെ ഉചിതമായൊരു കാര്യമാണ്. പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെട്ട 12 പേരും യഹൂദദേശത്തിന്റെ അതിരുകൾ ഭേദിച്ച് റോമാ സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമികൾ മുതൽ ഭാരതത്തിന്റെ തീരങ്ങൾ വരെ മിശിഹായുടെ സുവിശേഷത്തിന്റെ വിജയക്കൊടി നാട്ടിയവരാണ്. തങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് തങ്ങളുടെ ജീവൻ കൊണ്ട് തന്നെയാണ് അവർ മുദ്ര പതിച്ചത്. വിശുദ്ധ പത്രോസ്ലീഹ റോമിൽ വെച്ച് എൻ്റെ നാഥനെ പോലെ കുരിശുമരണമടയാൻ ഞാൻ യോഗ്യനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തലകീഴായി കുരിശിലേറ്റപ്പെടുന്നത്. AD 64-നും 67-നും ഇടയ്ക്കാണ് പത്രോസിന്റെ രക്തസാക്ഷിത്വമെന്നാണ് സഭയുടെ ചരിത്രങ്ങളിൽ നാം വായിക്കുന്നത്. വിശുദ്ധ അന്ത്രയോസ്ലീഹ ആവട്ടെ ഗ്രീസിൽ വെച്ചാണ് രക്തസാക്ഷിത്വം വഹിക്കുന്നത്. രക്ഷകന്റെ കുരിശിനോടുള്ള ആദരസൂചകമായി എക്സാകൃതിയിലുള്ള കുരിശിൽ കെട്ടപ്പെട്ട് 2 ദിവസത്തോളം ആ കുരിശിൽ തൂങ്ങിക്കിടന്ന് മിശിഹായെ പ്രസംഗിച്ചുകൊണ്ടാണ് അന്ത്രയോസ് AD 60-ൽ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. സബദീപുത്രനായ വിശുദ്ധ യാക്കോബാവട്ടെ അപ്പസ്തോലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിത്വത്തിന്റെ പാനപാത്രം കുടിച്ചയാളാണ്. ഹെരോദേസ് രാജാവിനാൽ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ട് AD 44-ലാണ് ജെറൂസലേമിൽ വെച്ച് യാക്കോബ് രക്തസാക്ഷിത്വം വഹിക്കുന്നത്. മിശിഹായുടെ വത്സല ശിഷ്യൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ ആവട്ടെ റോമിൽ വെച്ച് ആദ്യം വിഷക്കോപ്പ കുടിക്കാൻ നിർബന്ധിക്കപ്പെടുകയും പിന്നീട് തിളച്ച എണ്ണയിൽ മുക്കപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനാൽ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും അവസാനം സ്വാഭാവികമായ മരണം പ്രാപിക്കുകയും ചെയ്തുവെന്നാണ് ആദിമസഭയുടെ ചരിത്രവും പാരമ്പര്യങ്ങളും പറയുന്നത്. ഭാരതമണ്ണിൽ സുവിശേഷത്തിൻ്റെ പ്രകാശം വിതറിയ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ചെന്നൈയിലെ മൈലാപ്പൂരിൽ വെച്ച് AD 72-ൽ കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധ പീലിപ്പോസ് ആവട്ടെ തുർക്കിയിലെ ഹിരാപ്പോളിസിൽ വെച്ചാണ് ക്രൂരമായ പീഡനങ്ങളെ ഏറ്റുവാങ്ങിയ ശേഷം കുരിശിലേറ്റപ്പെട്ട് AD 80-ൽ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. വിശുദ്ധ ബർത്തലോമിയോ അർമേനിയയിൽ വെച്ചാണ് ജീവനോടെ തൊലി ഉരിഞ്ഞെടുക്കപ്പെട്ട് മിശിഹായ്ക്കായി
ജീവൻ നൽകുന്നത്. AD 85കളിലാണ് ബർത്തലോമിയോയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സഭാ പാരമ്പര്യങ്ങൾ പറയുന്നത്. വിശുദ്ധ മത്തായി ആവട്ടെ എത്യോപ്യയിൽ വിജാതീയ ദൈവങ്ങളുടെ ബലിപീഠത്തിന്റെ മുമ്പിൽ വെച്ച് AD 74കളിൽ വധിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യങ്ങൾ. അൽഫയുടെ പുത്രനായ വിശുദ്ധ യാക്കോബ് ജെറുസലേം ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടപ്പെടുകയും പിന്നീട് വടികൊണ്ട് തലക്കടിയേറ്റ് AD 62 മരിക്കുകയും ചെയ്തതായിട്ട് പാരമ്പര്യങ്ങൾ പറയുന്നു. വിശുദ്ധ യൂദാ തദേവുസ് ആവട്ടെ പേർഷ്യയിൽ വെച്ച് സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ അദ്ദേഹം കോടാലി കൊണ്ട് വെട്ടേറ്റ് രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. AD 65ലാണ് യൂദാ തദേവുസിന്റെ രക്തസാക്ഷിത്വം സഭാ പാരമ്പര്യങ്ങളിൽ കാണുന്നത്. വിശുദ്ധ ശിമയോൻ പേർഷ്യൻ ദേശങ്ങളിൽ വെച്ച് സുവിശേഷം പ്രസംഗിച്ച അദ്ദേഹം അറക്കവാളാൽ ശരീരം രണ്ടായി കീറപ്പെട്ട് AD 65ലാണ് രക്തസാക്ഷിത്വ മകുടം ചൂടുന്നത്. യൂദാസിന് പകരം ദൈവനിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മത്തിയാസ്ലീഹ കപ്പദോക്കിയയിൽ വെച്ച് കല്ലെറിയപ്പെടുകയും പിന്നീട് ശിരച്ഛേദം ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. AD 80ലാണ് സ്ലീഹയുടെ രക്തസാക്ഷിത്വത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ലീഹന്മാർ ഉരുകിത്തീരുകയാണ് ഓരോരോ ദേശങ്ങളിൽ മിശിഹായാകുന്ന യഥാർത്ഥ വെളിച്ചത്തെ ലോകം കാണുന്നതിനും അനുഭവിക്കുന്നതിനും വേണ്ടി. അതുകൊണ്ട് തന്നെ സഭയുടെ ചരിത്രത്തിലെ വിശുദ്ധരായ പിതാക്കന്മാരൊക്കെയും സ്ലീഹന്മാരുടെ പ്രാഭവത്തെ അതിമനോഹരമായ ഭാഷയിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നു, സ്ലീഹന്മാർ ലോകത്തിന്റെ മുമ്പിൽ പരാജിതരെ പോലെ കാണപ്പെട്ടു, എന്നാൽ അവർ ലോകത്തെ കീഴടക്കിയ ജേതാക്കളായിരുന്നു. അവർ തങ്ങളുടെ വാക്കുകളാലല്ല, മറിച്ച് തങ്ങളുടെ രക്തത്താലാണ് സഭയെ കെട്ടിപ്പടുത്തത്. അവരുടെ മരണത്തിലൂടെയാണ് സഭ ഭൂമിയിൽ തഴച്ചു വളർന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം ഇങ്ങനെയാണ് സ്ലീഹന്മാരെ വിശേഷിപ്പിക്കുന്നത്. നോക്കുക, ശാസ്ത്രജ്ഞരോ തത്വചിന്തകരോ രാജാക്കന്മാരോ അല്ലാത്ത വെറും സാധാരണക്കാരായ മനുഷ്യർ. അവർ ലോകത്തിൻ്റെ ചിന്താഗതിയെ മാറ്റിമറിച്ചു. അപ്പസ്തോലന്മാർ ലോകത്തെ കീഴ്മേൽ മറിച്ചത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് മിശിഹായുടെ സ്നേഹം നിറഞ്ഞ എളിമയും കുരിശിൻ്റെ വചനവും കൊണ്ടാണ്. സഭാപിതാവായ വിശുദ്ധ എഫ്രൈം സ്ലീഹന്മാരെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ്: സ്ലീഹന്മാർ മിശിഹായുടെ സ്വർഗീയ രഥത്തിൻ്റെ ചക്രങ്ങളാണ്. അവർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി മിശിഹായാകുന്ന പ്രകാശത്തെ സകല ജനപദങ്ങളിലേക്കും എത്തിച്ചു. 12 സ്ലീഹന്മാരുടെ തിരുനാൾ വെറുമൊരു അനുസ്മരണമല്ല, മറിച്ച് നാം ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ശ്ലൈഹിക ദൗത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മാറ്റങ്ങളുടെയും ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികളുടെയും മധ്യേ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവിക നിയമവും ക്രിസ്തീയ മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്കും ജീവിക്കുന്ന സമൂഹത്തിലേക്കും പകർന്നു നൽകാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് സ്ലീഹന്മാരുടെ തിരുനാൾ ആചരണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ, കൽപ്പലകകളിലല്ല, മനുഷ്യഹൃദയങ്ങളിൽ എഴുതപ്പെട്ട മിശിഹായുടെ കത്താണ് നിങ്ങൾ. സ്ലീഹന്മാർ ലോകത്തിൻ്റെ മുൻപിൽ മിശിഹായുടെ ജീവനുള്ള കത്തുകളായി മാറിയതുപോലെ നമ്മുടെ ജീവിതവും വരും തലമുറകൾക്ക് വായിച്ചറിയാവുന്ന ജീവനുള്ള ലിഖിതങ്ങളായിട്ട് മാറാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ. സ്ലീഹന്മാർ കാട്ടിത്തന്ന ആത്മത്യാഗത്തിൻ്റെ പാതയെക്കുറിച്ച് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുകയാണ്: ഞാൻ മിശിഹായുടെ ഗോതമ്പ് മണിയാണ്. അവിടുത്തെ നിർമ്മലമായ അപ്പമായി മാറേണ്ടതിന് സ്ലീഹന്മാരെ പോലെ ഞാനും അരയ്ക്കപ്പെടാൻ തയ്യാറാണ്. ഈ ധീരതയാണ് പ്രതിസന്ധികളുടെ വർത്തമാനകാലത്തിൽ സഭ ഓരോ വിശ്വാസിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആദ്യകാല സഭയെ സഭാപിതാവായ തെർത്തുല്യൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: രക്തസാക്ഷികളുടെ ചോര സഭയുടെ വിത്താണ്. സ്ലീഹന്മാർ തങ്ങളുടെ ചോരയാൽ നനച്ചു വളർത്തിയ വിശ്വാസവൃക്ഷം ഉണങ്ങിപ്പോകാതെ കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ ഫലങ്ങൾ ലോകത്തിന് പങ്കുവയ്ക്കാനും നാം കടപ്പെട്ടിരിക്കുകയാണ്. സമകാലിക ലോകത്തിൽ നാം നിർവഹിക്കേണ്ട ഈ ശ്ലൈഹിക ദൗത്യത്തെക്കുറിച്ച് മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ നൽകുന്ന മനോഹരമായ ഒരു ദർശനം ഇങ്ങനെയാണ്: സ്ലീഹന്മാർ തങ്ങളുടെ വചനത്താൽ പ്രസംഗിച്ച സുവിശേഷം നാം നമ്മുടെ വിശുദ്ധിയുള്ള പ്രവൃത്തികൾ കൊണ്ട് ജീവിച്ചു കാണിക്കണം. അപ്പോഴാണ് നാം യഥാർത്ഥ സ്ലീഹന്മാരായി മാറുന്നത്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ ആദിമസഭയുടെ അതേ തീക്ഷ്ണതയോടെ, സ്ലീഹന്മാരുടെ അതേ ധീരതയോടെ മിശിഹായുടെ ജീവനുള്ള സാക്ഷികളാകാനാണ് സഭ 12 സ്ലീഹന്മാരുടെ തിരുനാളാചരണത്തിലൂടെ നമ്മയൊക്കെയും ക്ഷണിക്കുന്നത്. സ്ലീഹന്മാരാവുന്ന മെഴുതിരികൾ ഉരുകിത്തീർന്നതും വെളിച്ചത്തിൽ ലോകം മിശിഹായെ കണ്ടതുപോലെ നാമും ഉരുകിത്തീരുന്ന വെളിച്ചത്തിൽ നമ്മുടെ ഈ കാലഘട്ടവും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളും
മിശിഹായുടെ രക്ഷയുടെ പ്രകാശം കാണാൻ നമ്മിലൂടെ ഇടയാവട്ടെ.